നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാ ലീഗയിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ നാളെ FC ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. നാളത്തെ അവരുടെ എതിരാളികൾ ജിറോണയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30, അതായത് സാങ്കേതികമായിട്ടും മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ജിറോണയുടെ മൈതാനത്ത് ഈ കളി നടക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് വളരെ ശുഭകരമായൊരു വാർത്ത പുറത്തുവിടുന്നുണ്ട്. റാഫിഞ്ഞ മടങ്ങിയെത്തുന്നു. അദ്ദേഹം റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലും ചില വസ്തുതകൾ പുറത്തു വിടുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ റാഫിഞ്ഞയെ കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു നോക്കുക. അദ്ദേഹം പറയുന്നത് റാഫിഞ്ഞ ഈസ് ബാക്ക് ആൻഡ് ക്യാൻ പ്ലേ ടുമാറോ. റാഫിഞ്ഞ ഇതാ തിരികെ എത്തിയിരിക്കുന്നു, നാളെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും എന്നിതാ കൺഫേം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് ഹൻസി ഫ്ലിക്ക്. അതുകൂടാതെ അദ്ദേഹം പറയുന്നു, ഞങ്ങൾ റാഫിഞ്ഞയെ ശരിക്കും മിസ് ചെയ്തിരുന്നു, അത് നിങ്ങൾക്ക് ഈവൻ ട്രെയിനിങ് പോലും കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് ഇയറിൽ അവനായിരുന്നു ഞങ്ങളുടെ ബെസ്റ്റ് പ്ലെയർ എന്നുകൂടി ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നു. അപ്പോൾ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. റാഫിഞ്ഞ മടങ്ങി എത്തിയിരിക്കുന്നു. റാഫിഞ്ഞ ഉള്ള ബാഴ്സയും റാഫിഞ്ഞ ഇല്ലാത്ത ബാഴ്സയും തമ്മിൽ അജഗജാന്തരമുണ്ട് എന്നുള്ളത് നമ്മൾ കളികളിൽ വളരെ കൃത്യമായി വ്യക്തമായി കാണുന്നുണ്ടല്ലോ. ഏതായാലും മാർക്കസ് റാഷ്ഫോർഡ് പിന്നും പ്രകടനം നടത്തിയിരുന്നതാണ്, പക്ഷെ പരിക്ക് പറ്റി അദ്ദേഹം പുറത്തേക്ക് പോയി. അദ്ദേഹത്തിന് നാളെ കളിക്കാൻ പറ്റുമെന്ന ചോദ്യത്തിന് ഹൻസി ഫ്ലിക്കിന്റെ മറുപടി, ഹി ഈസ് മച്ച് ബെറ്റർ. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ബെറ്റർ ആയിട്ടുണ്ട്, പക്ഷേ നാളത്തെ മത്സരത്തിന് ഉണ്ടാവില്ല എന്നതിന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. സോ ഇത് സമ്മിശ്രമായ ഒരു വാർത്തയാണെന്ന് പറയാം. സന്തോഷവുമുണ്ട്, സങ്കടവുമുണ്ട്. സന്തോഷം റാഫിഞ്ഞയുടെ മടങ്ങി വരവ്, സങ്കടം റാഷ്ഫോർഡിന് നാളത്തെ കളിയും മിസ്സാവും. ഏതായാലും ബാഴ്സലോണ നാളത്തെ മത്സരം വിജയിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം തിരികെ പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണിപ്പോൾ ആരാധകർ. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ കളി വിജയിച്ചോടുകൂടി റയൽ മാഡ്രിഡ് 24 കളി 60 പോയിന്റ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ബാഴ്സയ്ക്ക് 23 കളി 58 പോയിന്റാണ്. നാളെ ജിറോണയെ തോൽപ്പിച്ചാൽ 61 പോയിന്റുമായിട്ട് അവർക്ക് ഒന്നാം സ്ഥാനം തിരികെ പിടിക്കാൻ കഴിയും. അതിന് സാധിക്കും ബാഴ്സയ്ക്ക് എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.